The first chapter of the first unit, The Glimpses of Height. His First Flight is a story written by Liam O'Flaherty. The young seagull was alone on his sledge. His two brothers and his sister had already flown away the day before. He had been afraid to fly with them. Somehow, when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid. So, the story is about the first flight of a young seagull. ഒരു ചെറിയ കടൽ കാക്കക്കുഞ്ഞിന്റെ ആദ്യത്തെ പറക്കൽ. അതാണ് his first flight. The young seagull was alone on his ledge. കടൽക്കാക്കയുടെ കൂട്ടിൽ ആ കുഞ്ഞു കടൽക്കാക്ക ഒറ്റയ്ക്കാണ്. His two brothers and his sisters had already flown away the day before. ഒരു ദിവസം മുമ്പേ തന്നെ അവന്റെ സഹോദരങ്ങൾ പറന്നു കഴിഞ്ഞിരുന്നു. He had been afraid to fly with them. എന്നാൽ ഈ കടൽക്കാക്ക കുഞ്ഞിന് അവരുടെ ഒപ്പം പറക്കുവാൻ ഭയമാണ്. Somehow, when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid. എങ്കിലോ ഒന്ന് പറക്കണമെന്ന് കരുതി അവൻ പതിയെ മുന്നോട്ട് വന്നാൽ, പതിയെ ചിറകൊന്ന് വിരിച്ചാൽ ഭയം കൊണ്ട് അവൻ പുറകോട്ട് മാറും. The great expanse of sea stretched down beneath, and it was such a long way down, miles down. എന്തുകൊണ്ടായിരിക്കാം? അവൻ താഴേക്ക് നോക്കുമ്പോൾ അതിവിശാലമായ കടലാണ് കാണുന്നത്. അതുകൊണ്ട് ആ കടലിൽ വെള്ളത്തിൽ വീഴുമോ എന്നുള്ള ഭയം അവനെ പിന്തിരിപ്പിക്കുന്നു. He felt certain that his wings would never support him. പറക്കണമെന്ന് തുടങ്ങുമ്പോൾ അവന്റെ മനസ്സിലേക്ക് വരുന്ന ചിന്ത, അവന്റെ ചിറകുകൾ അവനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. He felt certain that his wings would never support him. So he bent his head and ran away back to the little hole under the ledge where he slept at night. ആ ഭയം ഉള്ളതുകൊണ്ട് തന്നെ അവൻ തിരിച്ച് അവന്റെ കൂട്ടിലേക്ക് ഓടിപ്പോകുന്നു. Even when each of his brothers and his little sister, whose wings were far shorter than his own, ran to the brink, flapped their wings and flew away. എന്നാൽ ഈ കടൽക്കാക്ക ചിന്തിക്കുകയാണ്, അവന്റെ സഹോദരങ്ങളുടെ ചിറകുകൾ ഇവന്റേതിനേക്കാൾ ചെറുതാണ്, എങ്കിലും അവർ നല്ല മനോഹരമായ ചിറകു വീശി പറക്കുന്നു. He failed to muster up courage to take that plunge which appeared to him so desperate. അതുകൊണ്ട് തന്നെ ഇവൻ എന്തോ ഒരു ഭയം അവന്റെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ അവന് പറക്കാൻ സാധിക്കുന്നില്ല. His father and mother had come around, calling to him shrilly, scolding him, threatening to let him starve on his ledge unless he flew away. ഈ കുഞ്ഞിനെ അവന്റെ അച്ഛനും അമ്മയും ഒത്തിരി വഴക്ക് പറഞ്ഞു നോക്കി, കുറേ വിളിച്ചു നോക്കി, കുറെ പേടിപ്പിച്ചു നോക്കി. പക്ഷെ ഇതൊന്നും അവനെ പറക്കാൻ സപ്പോർട്ട് ചെയ്തില്ല. ബട്ട് ഫോർ ദ ലൈഫ് ഓഫ് ഹിം ഹി കുഡ് നോട്ട് മൂവ്. എന്തൊക്കെ വന്നാലും അവൻ ഒരടി അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നില്ല. That was 24 hours ago. 24 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. Since then nobody had come near him. കൂട്ടിൽ നിന്ന് പറന്നുപോയ അവന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഇതുവരെ തിരിച്ചെത്തിയില്ല. The day before, all day long, he had watched his parents flying about with his brothers and sisters, perfecting them in the art of flight, teaching them how to skim the waves and how to dive for fish. എന്തുകൊണ്ടാണെന്നോ, ആ കടൽക്കാക്ക കുഞ്ഞിന്റെ പാരന്റ്സ് അവന്റെ സഹോദരങ്ങളെ പറക്കാൻ പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് വായുവിലൂടെ പതിയെ നൂഴ്ന്ന് കടൽ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്ന് വെള്ളത്തിൽ നിന്ന് മീൻ കൊത്തിയെടുക്കുന്നതും, അങ്ങനെ ഫ്ലൈയിങ്, പറക്കുക എന്ന ആർട്ട് ഓഫ് ഫ്ലൈയിങ് വളരെ എൻജോയ് ചെയ്ത് അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. He had in fact seen his older brother catch his first herring and devour it, standing on a rope while his parents circled around raising a proud crackle. ഈ കടൽക്കാക്ക കുഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവന്റെ മൂത്ത സഹോദരൻ വെള്ളത്തിൽ പറന്ന് താഴ്ന്ന് മീൻ കുത്തിയെടുത്ത് അത് ഭക്ഷിക്കുന്നതും അവന്റെ അച്ഛൻ അവനെ സഹായിക്കുന്നതും. And all the morning the whole family had walked about on the big plateau midway down the opposite cliff, laughing at his cowardice. ഇതിന് ശേഷം ഈ പക്ഷിക്കുഞ്ഞിന്റെ നേരെ ഓപ്പോസിറ്റുള്ള പാറക്കെട്ടിന്മേൽ പോയിരുന്ന് അവന്റെ അച്ഛനും സഹോദരങ്ങളും ഇവന്റെ ഭീരുത്വം, കവാഡിസ് മീൻസ് ഭീരുത്വം, ഇവന്റെ ധൈര്യമില്ലായ്മയെ നോക്കി പരിഹസിച്ചുകൊണ്ടിരിക്കുന്നു. The sun was now ascending the sky, blazing warmly on his ledge that faced the south.
He felt the heat because he had not eaten since the previous nightfall. Then he had found a dried piece of mackerel's tail at the far end of his ledge. അങ്ങനെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു. രാത്രി മുഴുവൻ ഈ കടൽക്കാക്ക കുഞ്ഞ് പട്ടിണിയായിരുന്നു. He felt the heat because he had not eaten since the previous nightfall. കഴിഞ്ഞ രാത്രിയും ഇവനൊന്നും ഭക്ഷിച്ചില്ല. Then he had found a dried piece of mackerel's tail at the far end of his ledge. അപ്പോഴാണ് ഈ കടൽക്കാക്ക കുഞ്ഞ് കാണുന്നത് അവന്റെ കൂടിന്റെ അറ്റത്തായിട്ട് ഒരു mackerel's tail, ഒരു മീനിന്റെ ഉണങ്ങിയ കഷ്ണം കിടക്കുന്നത്. Now there was not a single scrap of food left. അതല്ലാണ്ട് അവിടെ ഒരു ഭക്ഷണവും അവശേഷിക്കുന്നില്ല. He had searched every inch, rooting among the rough, dirt-caked straw nest where he and his brother's sister had been hatched. അവിടെ വേറെ ഒന്നും അവശേഷിച്ചിരുന്നില്ല. ഒരു സിമ്പിൾ പീസ് ഓഫ് ഫിഷും ഇല്ല. ആകെയുള്ളത് എന്താണ്? അവനും അവന്റെ സഹോദരങ്ങളും വിരിഞ്ഞ ആ മുട്ടത്തോടുകൾ മാത്രം. He even gnawed at the dried piece of eggshell. It was like eating a part of himself. He then trotted back and forth from one end of the ledge to the other, his long grassy legs stepping daintily, trying to find some means of reaching his parents without having to fly. അവൻ അത് തിന്നാൻ നോക്കി, പക്ഷെ അവനത് സാധിച്ചില്ല. അവൻ കൂട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, പക്ഷെ അവന്റെ കാലുകൾ അവനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, കാരണം ഭക്ഷണം കഴിക്കാതെ വളരെയേറെ ക്ഷീണിച്ചിരുന്നു. But on each side of him the ledge ended in a sheer fall of precipice, with the sea beneath, and between him and his parents there was a deep wide crack. അവൻ അവന്റെ പേരൻസിന്റെ അടുത്തേക്ക് ചെല്ലണമെന്നുണ്ട്, പക്ഷെ അവന്റെ പേരൻസിന്റെയും ആ പാറകൾക്കിടയിൽ വലിയ കടൽ അതിവിശാലമായി കിടക്കുന്നു. Surely he could reach them without flying if he could only move northwards along the cliff face. But then on what could he walk? There was no ledge, and he was not a fly, and above him he could see nothing. The precipice was sheer, and the top of it was perhaps farther away than the sea beneath him. അവൻ ഒന്ന് പറക്കുവാൻ വേണ്ടി ശ്രമിച്ചു നോക്കി, പക്ഷേ ആ കൂടിന്റെ വക്കിൽ നിന്നും അവൻ താഴേക്ക് നോക്കുമ്പോൾ നുരഞ്ഞു പതഞ്ഞു ഒഴുകുന്ന കടലാണ് അവൻ കാണുന്നത്. അത് അവനെ വീണ്ടും പുറകോട്ടേക്ക് പിന്തിരിപ്പിക്കുന്നു. He stepped slowly out to the brink of the ledge, and standing on one leg with the other leg hidden under his wing, he closed one eye, then the other, and pretended to be falling asleep. അടുത്തതായി അവൻ ചെയ്യുകയാണ്, എങ്ങനെയെങ്കിലും ഒന്ന് പറക്കണം. അത് അവന്റെ മനസ്സിൽ പതിയെ ധൈര്യം കൊണ്ടുവന്നു. ആ പക്ഷിക്കുഞ്ഞ് പതിയെ നടന്ന് brink of the ledge, അവന്റെ കൂടിന്റെ അരികു വരെ എത്തി. And standing on one leg with the other leg hidden under his wings. എന്നിട്ട് എന്ത് ചെയ്തു? അവന്റെ ഒരു കാല് പതിയെ പൊക്കി ചിറകുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. He closed one eye, അവനൊരു കണ്ണടച്ചു. Then the other, അടുത്ത കണ്ണും അടച്ചു. And pretended to be falling asleep. ഉറക്കത്തിലേക്ക് വീഴുന്നത് പോലെ അവൻ അഭിനയിക്കുകയാണ്. എന്തിനായിരിക്കാം? യെസ്, അപ്പുറേ നിന്ന് അവന്റെ പേരൻസ് അവനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. He saw his two brothers and his sister lying on the plateau dressing with their heads sunk into their necks. His father was preening the feathers on his white back. Only his mother was looking at him. പക്ഷെ അവൻ കാണുന്നുണ്ട്. പതിയെ കണ്ണിറുക്കി അവൻ നോക്കുമ്പോൾ എന്താ കാണുന്നത്? അവന്റെ ഫാദറും സഹോദരങ്ങളും വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നു. പക്ഷെ ഇവന്റെ അമ്മ മാത്രം ഇവൻ എന്ത് ചെയ്യുന്നുവെന്ന് ഇവനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. She was standing on a little high hump on the plateau, her white breast thrust forward. Now and again she tore at a piece of fish that lay at her feet, and then scraped each side of her beak on the rock. അമ്മ മാത്രം കുറച്ച് ഉയർന്ന ഒരു കല്ലിന്റെ മേലാണ് പോയി നിൽക്കുന്നത്. അമ്മയുടെ കാലിൽ ഒരു കുഞ്ഞി മീൻകഷ്ണമുണ്ട്. അത് പതിയെ കൊക്കിലാക്കി അവൾ മകനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. And then scrapped each side of her beak on the rock. The sight of the food maddened him. എന്തു വേണ്ടിയായിരിക്കാം? ഈ പക്ഷിക്കുഞ്ഞിനെ ഫുഡ് കാണിച്ച് എങ്ങനെയെങ്കിലും പറപ്പിക്കണം. അതിനുവേണ്ടി അമ്മ ട്രൈ ചെയ്യുകയാണ്. ഇത് കണ്ടപ്പോൾ നമ്മുടെ പക്ഷിക്കുഞ്ഞിന് വളരെ കൊതി തോന്നി. The sight of the food maddened him. How he loved to tear food that away, scraping his beak now and again to wet it. He uttered a low crackle. His mother crackled too and looked at him. ഈ ഭക്ഷണത്തിന്റെ ആ ഒരു കാഴ്ച അവനെ ഭ്രാന്തനാക്കി. എങ്ങനെയെങ്കിലും അതൊന്ന് കിട്ടിയാൽ, ഒരു ചെറിയ കഷ്ണം മീനെങ്കിലും കിട്ടിയാൽ അവനത് വളരെ സന്തോഷമാണ്. അതുകൊണ്ട് അവനൊന്ന് പതിയെ കരഞ്ഞു. അമ്മയുടെ മുഖത്തേക്ക് നോക്കി കരഞ്ഞു. അമ്മയും തിരിച്ചു കരഞ്ഞു. Ga, 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 he cried, begging her to bring him over some food.
God, oh. She screamed back mockingly. അവൻ കരഞ്ഞു നോക്കി, അമ്മയെ നോക്കി. അമ്മ എന്ത് ചെയ്തു? Screamed back, തിരിച്ചും കരഞ്ഞു. But he kept calling plaintively, and after a minute or so he uttered a joyful scream. His mother had picked up a piece of fish and was flying across to him. എന്നാൽ അടുത്ത നിമിഷം എന്തു സംഭവിച്ചു? ഈ പക്ഷിക്കുഞ്ഞിന്റെ അമ്മ പറന്നു വന്നു. എന്തുമായി? ആ ചെറിയ പീസ് ഓഫ് ഫിഷുമായി. ഹിസ് മദർ ഹാഡ് പിക്ഡ് അപ്പ് എ പീസ് ഓഫ് ഫിഷ് ആൻഡ് വാസ് ഫ്ലൈയിങ് അക്രോസ് ടു ഹിം. അവന്റെ ചുറ്റിലും പറന്നു നടന്നു. He leaned out eagerly, tapping the rock with his feet, trying to get nearer to her as she flew across. But when she was just opposite to him, abreast of the ledge, she halted, her legs hanging limp, her wings motionless, the piece of fish in her beak almost within reach of his beak. അമ്മ എന്ത് ചെയ്തുവെന്നോ? അമ്മ ആ ചെറിയ മീൻകഷ്ണവും പിടിച്ച് ഈ പക്ഷിക്കുഞ്ഞിന്റെ നിൽക്കുന്നതിന്റെ അടുത്ത് വന്ന് പതിയെ നിശ്ചലമായി പറന്നു നിന്നു. പക്ഷിക്കുഞ്ഞിനെ കിട്ടിയില്ല. ഓക്കെ, ആ ഒരു പോയിന്റിലാണ് ഇപ്പോൾ മദർ നിൽക്കുന്നത്. He waited a moment in surprise, wondering why she did not come nearer, and then maddened by hunger, he dived at the fish. എന്തുകൊണ്ടാ അമ്മ എനിക്കത് തരാത്തത്? പക്ഷിക്കുഞ്ഞിന് വളരെ സങ്കടമായി. അത്ര അടുത്ത് വന്നിട്ടും അമ്മ ആ മീൻകഷ്ണം പക്ഷിക്കുഞ്ഞിന് കൊടുക്കുന്നില്ല. With a loud scream, he fell downward into space. His mother had swooped upwards. As he passed beneath her, he heard the swish of her wings. അങ്ങനെ എന്തു ചെയ്തു? ആ ഭക്ഷണത്തിന്റെ ഗന്ധം, ആ കാഴ്ച അവനെ ഭ്രാന്തനാക്കി. അവൻ പതിയെ വായുവിലേക്ക് പറന്നു വീണു. അവൻ പറന്ന് താഴേക്ക് വീഴുകയാണ്. ആ സമയത്ത് അമ്മ പോയി അമ്മയുടെ ചിറകുകളിൽ ഈ പക്ഷിക്കുഞ്ഞിനെ താങ്ങുന്നു. Then a monstrous terror seized him and his heart stood still. He could hear nothing, but it only lasted a moment. The next moment he felt his wings spread outwards. വല്ലാത്തൊരു ഭയം അവനെ പിടിച്ചുലച്ചു. എന്ത് ചെയ്യണം? എവിടേക്കോ വീഴാൻ പോകുന്ന ആ ഒരു ഭയം. പക്ഷെ ലാസ്റ്റഡ് എ മൊമെന്റ്, ഒരു മിനിറ്റേ ആ ഭയം അവന് ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത നിമിഷം തന്നെ അവന് തോന്നി അവന്റെ ചിറകുകൾ പതിയെ വിടരുന്നതായി. The wind rushed against his breast feathers, then under his stomach and against his wings. കാറ്റ് പതിയെ അവന്റെ ചിറകുകളെ പൊക്കിക്കൊണ്ടുപോകുന്നു. He could feel the tips of his wings cutting through the air. അവന് മനസ്സിലായി കാറ്റിനെ മറികടന്ന് കാറ്റിനൊപ്പം അവന്റെ ചിറകുകൾ അടിച്ചുയരുന്നത്. He was not falling hurtling now. He was soaring gradually, downwards and outwards. Okay, അങ്ങനെ മുകളിലേക്കും താഴേക്കും നങ്കൂരമിട്ട് പറക്കാൻ അവന് സാധിക്കുന്നു. He was soaring gradually, downwards and outwards. He was no longer afraid. He just felt a bit dizzy. Then he flapped his wings once and he soared upwards. അങ്ങനെ ചിറകുകൾ വളരെ വിശാലമായി വിടർത്തി അവൻ പറക്കാൻ ശ്രമിക്കുകയാണ്. He uttered a joyous scream and flapped them again. അവന് വളരെ സന്തോഷമായി. uttered, അവൻ വലിയ സൗണ്ടിൽ ഒച്ചയുണ്ടാക്കി. He soared higher. He raised his breast and banged against the wing. Ga, 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 gall. Oh! His mother swooped past him, her wings making a loud noise. He answered her with another scream. അങ്ങനെ വളരെ ഉയർന്ന സ്വരത്തിൽ ഒച്ചയുണ്ടാക്കി അവൻ പറക്കുകയാണ്. അവന്റെ അമ്മ അവന്റെ മുമ്പിൽ തന്നെയുണ്ട്. Then he further flew over him screaming. Then he saw his two brothers and sister flying around him, soaring and diving. ഇത് കണ്ട സന്തോഷത്തോടെ അവന്റെ സഹോദരങ്ങളും അവന്റെ ചുറ്റിലും പറക്കാൻ തുടങ്ങി. Then he completely forgot that he had not always been able to fly and commenced to dive, soar, shrieking shrilly. അവൻ മറന്നുപോയി എങ്ങനെയാണ് അവന് പറക്കാൻ സാധിക്കുമെന്നോ, എങ്ങനെയാണ് ഡൈവ് വെള്ളത്തിലേക്ക് നങ്കൂരമിട്ട് പോകുന്നതെന്നോ. He was near the sea now, flying straight over it, facing out over the ocean. അങ്ങനെ മുകളിൽ നിന്ന് പറന്ന് ഇപ്പോൾ കടൽ നിരപ്പിലേക്ക് എത്തിയിരിക്കുന്നു. He saw a vast green sea beneath him. നല്ല പച്ചക്കടൽ അവൻ കാണുകയാണ്. With little ridges moving over it. He turned his beak sideways and crowed amusedly. His parents and his brothers and sister had landed on this green floor in front of him. അങ്ങനെ ആ വെള്ളത്തിന്റെ മുകളിലായി വന്ന് നിൽക്കുകയാണ് അവന്റെ പാരന്റ്സും സഹോദരങ്ങളും. They were beckoning to him, calling shrilly. അങ്ങനെ അവരും അവനെ വിളിക്കുകയാണ് വെള്ളത്തിലേക്ക് വന്ന് പതിയെ ചുണ്ടുകൾ വെള്ളത്തിലാഴ്ത്തി മീൻ കൊത്തിയെടുക്കാൻ. His legs sank into it. അങ്ങനെ പതിയെ അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നു. അവന്റെ കാലുകൾ വെള്ളത്തിൽ മുങ്ങി. He screamed with fright and attempted to raise again. അങ്ങനെ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്ന അവന്റെ കാലുകൾ അവൻ വെള്ളത്തിൽ നിന്ന് കുതിച്ചുയരാൻ ശ്രമിച്ചു. Flapping his wings, ചിറകുകൾ ഉയർത്തിപ്പിടിച്ചു.
ബട്ട് ഹി വാസ് ടയർഡ് ആൻഡ് വീക്ക് വിത്ത് ഹങ്കർ ആൻഡ് ഹി കുഡ് നോട്ട് റൈസ്. പക്ഷെ അവന് വെള്ളത്തിൽ നിന്നും പൊന്തി വരാൻ പറ്റുന്നില്ല, കാരണം തലേന്ന് മുതൽ അവനൊന്നും കഴിച്ചിട്ടില്ല. എക്സ്ഹോസ്റ്റഡ് ബൈ ദ സ്ട്രേഞ്ച് എക്സസൈസ്, മാത്രമല്ല ഒരു പരിചയവുമില്ലാത്ത ഒരു കാര്യമാണ് അവൻ ചെയ്യുന്നത്. അതിന്റെ ഭയമാകാം, ക്ഷീണമാകാം, അവനെ പണ്ടേ തളർത്തിക്കഴിഞ്ഞിരുന്നു. ഹിസ് ഫീറ്റ് സാങ്ക് ഇൻ ടു ദ ഗ്രീൻ സീ, അവന്റെ കാലുകൾ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയി. ആൻഡ് ദെൻ ഹിസ് ബെല്ലി ടച്ച്ഡ് ഇറ്റ് ആൻഡ് ഹി സാങ് നോ ഫാദർ, അവന്റെ വയറും അവന്റെ തോലുകളും വെള്ളത്തിലായി. ഹി വാസ് ഫ്ലോട്ടിംഗ് ഓൺ ഇറ്റ്, അവൻ അതിന്റെ മുകളിൽ ഒഴുകുകയാണ്. ആൻഡ് അറൌണ്ട് ഹിം ഹിസ് ഫാമിലി വാസ് സ്ക്രീമിംഗ്, പ്രൈസിംഗ് ഹിം ആൻഡ് ദെയർ ബീക്സ് വെർ ഓഫറിംഗ് ഹിം സ്ക്രാബ്സ് ഓഫ് ഡോഗ് ഫിഷ്. പക്ഷെ അവന്റെ പാരന്റ്സും സഹോദരങ്ങളും അവന്റെ ചുറ്റിലും നിന്ന് അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഉയർന്നു പൊങ്ങി വരാൻ. അവരുടെ ചുണ്ടിൽ എന്താണ്? യെസ്, ഫിഷ് അവർ കരുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം കാണിച്ച് ഇവനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഹി ഹാഡ് മേഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അങ്ങനെ അവസാനം എങ്ങനെയെങ്കിലും എനിക്ക് പറക്കണം എന്ന ഉറച്ച നിശ്ചയദാർഢ്യത്തോടെ ആ പക്ഷിക്കുഞ്ഞ്, ആ കടൽ കാക്കക്കുഞ്ഞ് വെള്ളത്തിൽ നിന്നും മുകളിലേക്ക് പറന്നുയരുന്നു. അങ്ങനെ തന്റെ ആദ്യത്തെ ഫസ്റ്റ് ഫ്ലൈറ്റ്, ആദ്യത്തെ പറക്കൽ, അതിന്റെ എക്സ്പീരിയൻസ് ഈ പക്ഷി എൻജോയ് ചെയ്യുകയാണ്. ഡു യു ലൈക്ക് ദിസ് സ്റ്റോറി? ഇനി കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, അത് നമുക്ക് ചെക്ക് ചെയ്യാം. What is the theme of the story? What do you think is the real crisis faced by the young bird? What is your impression of the reaction of the parents in the story? എന്താണ് ഈ കഥയുടെ തീം? എന്തായിരിക്കാം ഒരു റിയൽ ക്രൈസിസ് ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്ത യങ് ബേർഡ് അവന്റെ ചിന്താഗതികൾ? ആൻഡ് എങ്ങനെയാണ് ഈ പക്ഷിയുടെ പേരൻസ് അവനെ ഇംപ്രസ് ചെയ്തത്? ഐഡന്റിഫൈ ദ വേർഡ്സ് ഓഫ് എക്സ്പ്രഷൻസ് യൂസ്ഡ് ഇൻ ദ സ്റ്റോറി ടു എക്സ്പ്രസ് തോട്ട്, ആറ്റിറ്റ്യൂഡ്, മൂവ്മെന്റ്, സൗണ്ട്സ്, ഇമോഷൻ, അപ്പിയറൻസ്, ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ദി ബേർഡ്സ്, പ്ലേസസ്, എക്സെട്ര. ഈ സ്റ്റോറിയിൽ ഈ പക്ഷി അനുഭവിച്ച ഒരുപാട് മൊമെന്റ്സ്, ഒരുപാട് വികാരങ്ങൾ, എക്സ്പ്രഷൻസ് എല്ലാം ഉണ്ട്. ഇതെല്ലാം ശ്രദ്ധിക്കുക. Do you think such expressions make the narrative more effective and engage your interest and attention? ഇത്തരത്തിലുള്ള എക്സ്പ്രഷൻസ് യൂസ് ചെയ്തത് കൊണ്ട് ഈ സ്റ്റോറി നിങ്ങൾക്ക് കൂടുതൽ അറ്റൻഷനോടെ, ശ്രദ്ധയോടെ, താല്പര്യത്തോടെയും വായിക്കുവാൻ കഴിഞ്ഞു. വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി? എന്തായിരിക്കാം ഈ സ്റ്റോറിയുടെ ആശയം? Based on the discussion, prepare a review of the story. So, ഈ ചാപ്റ്റർ, ഈ ലെസനെ കുറിച്ച് ഒരു റിവ്യൂ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റിവ്യൂ തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഒരു ടൈറ്റിൽ കൊടുക്കാം. പിന്നെ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂയിൽ നമ്മൾ എങ്ങനെയാണ് ഈ സ്റ്റോറി എക്സ്പീരിയൻസ് ചെയ്തത്, നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം റിവ്യൂ എഴുതാൻ. റിവ്യൂയുടെ അവസാനം ഈ സ്റ്റോറിയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നല്ലതാണോ? ഈസ് ഇറ്റ് ഗുഡ് ഓർ ബാഡ്? നിങ്ങളുടേതായ ഒപ്പീനിയൻ കൂടി ആഡ് ചെയ്യാം. സോ ഈ ഫസ്റ്റ് ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തീമും അതിനെ കുറിച്ചുള്ള റിവ്യൂവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ സ്റ്റോറി പഠിക്കുക. താങ്ക് യു.